പിന്നെ ഈ സിനിമയ്ക്ക് നല്ല രീതിയിലൊരു നെഗറ്റീവ് ക്യാമ്പയിൻ വരാൻ നല്ലൊരു ചാൻസ് ഞാൻ കാണുന്നുണ്ട്. അതിൻ്റെ മെയിൻ റീസണും ഞാൻ പറഞ്ഞിട്ടുള്ള ഈ ഫ്രഷ്നെസ് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഫാൻസുകാർ അജിത്തിൻ്റെ ഒരു സിനിമ 2 വർഷത്തിന് ശേഷം വരുന്നൊരു സിനിമയാണ് പുള്ളിയുടെ. അപ്പോൾ ഫാൻസുകാർ തിയേറ്ററിലേക്ക് പോകുന്ന സമയത്ത് അവർ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു എക്സ്പെക്ടേഷൻസ് ഉണ്ടാവും. ഫാൻസിനെ തൃപ്തിപ്പെടുന്ന ഒരു പടമല്ല ഇത്. അതാണ് ഞാൻ പറഞ്ഞത്. അതൊക്കെ അടിച്ചൊടച്ച് ആ ഒരു ടെംപ്ലേറ്റിനൊക്കെ അടിച്ചൊടച്ച് പൊട്ടിച്ചേർന്നിട്ടുള്ള സിനിമയാണ്. അത്തരത്തിലൊരു ടെംപ്ലേറ്റ് അല്ല, ഒരു തമിഴ് സിനിമ നമ്മൾ കണ്ടിറങ്ങി നമുക്ക് തോന്നില്ല ഈ ഒരു പടം കണ്ടു കഴിഞ്ഞാൽ. ആ രീതിയിലാണ് ഇതിൻ്റെ ടെംപ്ലേറ്റ് വർക്ക് ചെയ്തിട്ടുള്ളത് അവർ. അതിൻ്റെ മേക്കിംഗ് സ്റ്റൈലിൽ ആ ഒരു പിടിച്ചിട്ടുള്ള ഒരു മീറ്റർ ഉണ്ട് ഇവർ. അതെനിക്ക് കംപ്ലീറ്റ്ലി തുടക്കം തൊട്ട് എൻഡ് വരെ ആ ഒരു മേക്കിംഗ് സ്റ്റൈലിൻ്റെ മീറ്റർ പക്കയായിട്ട് എനിക്ക് തോന്നി. അതാ ഞാൻ പറഞ്ഞു, ഒരു സ്ഥലത്ത് നമുക്ക് ഓവറായിട്ടുള്ള ഒരു സാധനമില്ല. നമുക്കറിയാലോ, ഇന്ത്യൻ സിനിമ, ഒരു ഹോളിവുഡ് സിനിമ ഇന്ത്യൻ ടെറൈനിലേക്ക് വരുമ്പോൾ ഏറ്റവും വലിയൊരു ചലഞ്ച് എന്ന് പറയുന്നത് നമ്മളുടെ ടെറൈനിൽ ആ സിനിമയെ കൊണ്ടുവരിക എന്നുള്ളതാണ്. നമ്മളുടെ ഒരു സ്റ്റോറി ടെല്ലിംഗ് നമുക്കറിയാം, മ്യൂസിക് ഉണ്ടാവും, സ്റ്റോറി ഉണ്ടാവും, ഇമോഷൻസ് ഉണ്ടാവും, ഡ്രാമാറ്റിക് ആയിട്ടുള്ള ഇമോഷൻസ് ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ വരുന്നത് ഇന്ത്യൻ ടെറൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതങ്ങനെയല്ല, ഇത് കറക്റ്റ് പക്ക ഒരു ലെവൽ സ്റ്റാൻഡേർഡ് വെച്ചിട്ട് ആ സ്റ്റാൻഡേർഡിൽ നിന്ന് ഒരു തരി പോലും താഴേക്ക് പോലെയാണ് സിനിമ വരുന്നത്.